അങ്ങനെ നീണ്ട യാത്രയ്ക്ക് മലച്ചിലിനുമൊടുവിൽ ഞങ്ങൾ വീട്ടിലെത്തിച്ചേർന്നു. വീട്ടിലെത്തിയാൽ പിന്നെ നിന്ന് തിരിയാൻ സമയമില്ല, ഓടടാ ഓട്ടമാണ്. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ആദ്യം ഇവിടെ വന്ന് കഴിഞ്ഞ ഒരു വർഷത്തെ സങ്കടങ്ങളും സന്തോഷങ്ങളും പരിഭവങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാകില്ല. ഇതാണ് കേരളത്തിലെ ചുരുക്കം ചില വാമനസ്വാമി ക്ഷേത്രങ്ങളിലൊന്നായ വെള്ളൂർ ശ്രീ വാമനസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ എഴുന്നള്ളത്തിന് ആന ഉണ്ടാവാറില്ല. വാമനൻ കുട്ടിയായതുകൊണ്ട് ആനയെ പേടിയാണത്രേ. മാത്രമല്ല, ക്ഷേത്രത്തിനുള്ളിൽ ആന പ്രവേശിച്ചാൽ ആന കല്ലായി മാറുമെന്നൊരു സങ്കല്പവുമുണ്ട്. ഇന്ന് ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോൾ സുധേട്ടൻ്റെ അമ്മ കൂടി ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ അമ്മ. പണ്ട് ഞങ്ങൾ കുട്ടികൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു, ആലിലയ്ക്കകത്ത് ശ്രീകൃഷ്ണനുണ്ടെന്ന്. അതുകൊണ്ട് പച്ച ആലില കിട്ടുമ്പോൾ അതെടുത്ത് ബുക്കിനുള്ളിൽ സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന ഇലകളിൽ എന്തെങ്കിലും കറുത്ത പുള്ളിയോ പൊട്ടോ മാർക്കോ ഒക്കെ ഉണ്ടായാൽ അത് ഉണ്ണിക്കണ്ണനാണെന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. എൻ്റെ പഴയ നോട്ട്ബുക്സ് എടുത്ത് നോക്കിയാൽ ഇപ്പോഴും കാണും ഉണ്ണിക്കണ്ണനെ കാണാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അല്ലകൾ. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഒരു അടിപൊളി മസാല ദോശയും ആവി പറക്കുന്ന ഫിൽറ്റർ കോഫിയും അത് മസ്റ്റാണ്. ഇതാണ് ഞങ്ങളുടെ നാട് വെള്ളൂർ. എത്ര ഭംഗിയാണല്ലോ ഞങ്ങളുടെ നാട് കാണാൻ. ഈ പുറകിലൂടെ ഒഴുകുന്ന പുഴയുണ്ടല്ലോ, ഇതാണ് വടക്കൻ പാട്ടിലെ ചതിയൻ ചന്തു നീന്തി കടന്ന മൂവാറ്റുപുഴയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്സ് പബ്ലിക്കിന് വേണ്ടി ഗവൺമെൻറ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഏതായാലും 1 by 1 ആയിട്ട് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പ്രത്യേകിച്ച് എടുത്തു പറയാതെ കേരളത്തിലെ ഇപ്പോഴത്തെ ചൂട് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ മൂവാറ്റുപുഴയിൽ നിന്നടിക്കുന്ന ഈ കാറ്റ് ചൂടിൻ്റെ തീക്ഷ്ണത ഒരുപാട് കുറയ്ക്കുന്നുണ്ട്. ഓരോ പ്രവാസിയും നാട്ടിൽ വന്നാൽ ഏറ്റവും കൂടുതൽ സമയം ചിലവിടാൻ ആഗ്രഹിക്കുന്നത് അവരുടെ പേരൻസിനോടൊപ്പമായിരിക്കും. അവരും നമ്മളിൽ നിന്ന് ഇത് തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ എവിടെ പോയാലും ഞങ്ങളും അവരെ കൂട്ടാറുണ്ട്. ഇതാണ് കോട്ടയംകാരുടെ 4 മണിക്കാറ്റ്. എത്ര ഭംഗിയാണല്ലോ ഇവിടം കാണാൻ. സായാഹ്നങ്ങളിൽ ഫാമിലിയോടൊപ്പം വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഇടം. ഇവിടെ എല്ലാം ചുറ്റി നടന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. അതിന് മാത്രമുള്ള സീനറീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതേടെ ചൂയിങ്ങൻ ചോദിച്ച് കിടക്കുന്ന ഇവനെ കണ്ടോ? 4 മണിക്കാറ്റിൻ്റെ താഴെയുള്ള തോട്ടിൽ കുളിക്കാനെത്തിയതാണ്. കുട്ടികൾക്ക് കളിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സാധനത്തിൽ ഞാനും ഒന്ന് കയറി നോക്കി. പക്ഷേ ഹൈറ്റ് പേടിയായതുകൊണ്ട് ആ ഉദ്യമം ഉപേക്ഷിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നീണ്ടൂർ കല്ലറ റോഡിലുള്ള പുഞ്ചവയൽ കാട്ടിലേക്കാണ്. അവിടെ നിന്ന് ചക്കപ്പഴം ഫ്ലേവറിലുള്ള ഓരോ ഐസ്ക്രീമും വാങ്ങി അതും കഴിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ചക്കപ്പഴം ഐസ്ക്രീം അടിപൊളിയായിരുന്നു. പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ നമ്മുടെ കോട്ടയവും സൂപ്പറാണല്ലേ. ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ യാത്രകൾ കൂടുതൽ മനോഹരമാകുന്നത് നമ്മൾ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ. കൂടുതൽ യാത്രകളും അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ.